ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. 98ാമത് ഓസ്കാർ അവാർഡ് വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ PSCയുടെ ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഒരു ചോദ്യമാണ് ഓസ്കാർ അവാർഡ്. അപ്പോൾ അതുകൊണ്ട് ഈ കൊല്ലത്തെ ഓസ്കാർ അവാർഡിലേക്ക് നമുക്ക് പോകാം. മികച്ച ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് ഓസ്കാറിലെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച നടൻ ആരാണ്? മൈക്കിൾ ബി ജോർദൻ ആണ്. ആരാണ്? മൈക്കിൾ ബി ജോർദൻ ആണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏത് സിനിമയാണ്? സിന്നേഴ്സ് എന്ന് പറയുന്ന സിനിമയിലെ മൈക്കിൾ ബി ജോർദൻ ആണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച നടി ഹാംനെറ്റ് സിനിമയിലെ ജെസ്സി ബക്ലിയാണ്. ശ്രദ്ധിക്കുക, ഹാംനെറ്റ് സിനിമയിലെ നടിയായ ജെസ്സി ബക്ലിയാണ് ഓസ്കാർ പുരസ്കാര വേദിയിലെ മികച്ച നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച സംവിധായകൻ, ശ്രദ്ധിക്കുക, മികച്ച ചിത്രം ഏതാണെന്ന് ഞാൻ നേരത്തെ പറയുണ്ടായി. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ഈ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന്റെ സംവിധായകനായ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ. മികച്ച ആനിമേറ്റഡ് ചിത്രം ഏതാണ്? കെ പോപ്പ് ഡീമൺ ഹണ്ടേഴ്സ് എന്നതാണ് മികച്ച ആനിമേറ്റഡ് ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച സഹനടൻ ആരാണെന്ന് നോക്കാം. ഷോൺ പെൻ ആണ്. ആരാണ്? ഷോൺ പെൻ ആണ് മികച്ച സഹനടൻ. ഏത് സിനിമയാണ്? അതും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയിൽ നിന്നാണ് ഷോൺ പെന്നിനെ മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച സഹനടി ആരാണെന്ന് നോക്കാം. വെപ്പൺസ് എന്ന സിനിമയിലെ ഏമി മാഡിഗൺ ആണ് മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം, ശ്രദ്ധിക്കുക, മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഏതാണ്? ദ സെന്റിമെന്റൽ വാല്യൂ ആണ്. ഏതാണ്? സെന്റിമെന്റൽ വാല്യൂ ആണ് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമായിട്ട് ഓസ്കാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച തിരക്കഥയിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റയാൻ കുഗ്ലറിനാണ്. സിന്നേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ച റയാൻ കുഗ്ലറിനാണ് ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. ഇത്രയുമാണ് 2026 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.